കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ചിത്രം ഉപയോഗിച്ചതിൽ വിവാദം. പോസ്റ്റർ വ്യാജമെന്നും മലയാളിയാണ് പോസ്റ്ററിന് പിന്നിലെന്നുമാണ് JDS സംസ്ഥാന ഘടകത്തിന്റെ ആരോപണം. JDS ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് JDS സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസും പറഞ്ഞു. കർണാടകത്തിൽ BJPയുമായി ബന്ധം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന തീരുമാനത്തോ കർണാടക പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത തീരുമാനമെടുത്തു. പിന്നെ അതിനി ഒരു പ്രത്യേക ചർച്ചയാവുന്ന ആവശ്യമില്ല. ഞങ്ങളുടെ ഫോട്ടോ വെച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഗാന്ധിജിൻ്റെ ഫോട്ടോ എല്ലാവരും വെക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഒരാൾ ഫോട്ടോ വെച്ചതിന് അതിനു വേണ്ടി ഇനിയിപ്പോൾ കേസ് കൊടുക്കാൻ ഞങ്ങൾക്ക് പോകണ്ടേ? അതൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളത് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് BJPയുടെ നയമായിട്ട് ഒരിക്കലും യോജിക്കുന്നില്ല. ഒരു BJP സ്ഥാനാർത്ഥിക്കും ഞങ്ങളുടെ ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റ് അടിക്കുവാനുള്ള അനുവാദം നൽകിയിട്ടില്ല. ഞങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ വോട്ട് കിട്ടും എന്ന ഒരു ധാരണ കർണാടകത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റർ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ് എല്ലാ ജനതാദള പ്രവർത്തകരും. കൊച്ചിയിൽ നിന്നും ശ്യാംകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം, തെരഞ്ഞെടുപ്പ് അടുക്കാനാകുമ്പോഴാണ് പുതിയ വിവാദം തലവെക്കുന്നത്. അതൊരു പോസ്റ്റർ വിവാദമാണ്. NDA പോസ്റ്ററിൽ 2 JDS നേതാക്കളുടെ ചിത്രങ്ങൾ വന്നിരിക്കുന്നു, അതും കേരളത്തിലെ നേതാക്കളുടെ. എന്താണ് നേതൃത്വം നൽകുന്ന വിശദീകരണം? എന്താണ് അടുത്ത നടപടികൾ? പ്രജിൻ, തീർച്ചയായിട്ടും ഇപ്പോൾ പ്രചരിക്കുന്നത് വ്യാജ പോസ്റ്ററാണ് എന്നുള്ളതാണ് JDS നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മലയാളിയാണ് ഇത്തരം ഒരു പോസ്റ്റർ വ്യാജമായി നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് എന്നുള്ളത് JDSന്റെ നേതാക്കൾ തന്നെ അവർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യം ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ടാണ് DGPക്ക് അവർ പരാതി നൽകിയിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രൊഫൈലിലാണ് ഇത്തരത്തിലൊരു വ്യാജ പോസ്റ്റർ പ്രചരിപ്പിക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതും എന്നുള്ളത് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉൾപ്പെടെ വേണമെന്നുള്ളത് തന്നെയാണ് JDSന്റെ ആവശ്യം. പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ പോസ്റ്ററിൽ നിന്നാണ് ഈ നേതാക്കളുടെ ചിത്രങ്ങൾ ഇരുവരും ഈ 2 ചിത്രങ്ങളും ശേഖരിച്ചത്. അത് പിന്നീട് വ്യാജ പോസ്റ്ററിൽ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് JDS നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു പോസ്റ്റർ ഉണ്ടാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി JDSന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് DGPക്ക് തന്നെ നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. ഈ പ്രൊഫൈൽ ഉള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് JDS നേതാക്കളുടെ ആവശ്യം. അതോടുകൂടി ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തുവരുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി JDS നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. ശരി, ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.